നമസ്കാരം. ഈയിടെ പുറത്തിറങ്ങിയ ബോളിവുഡ് ബ്ലോക്ക് ബസ്റ്റർ സിനിമ ദുരന്തർ. ഈ ദുരന്തർ സിനിമയും മോദി സർക്കാരും തമ്മിൽ എന്താണ് ബന്ധം? ഇത് മോദി സർക്കാരിൻ്റെ പ്രചരണ ആയുധമായി മാറുകയാണ്, BJPയുടെ പ്രചരണ ആയുധമാണ് എന്നൊക്കെ പലരും ഇപ്പോൾ ആരോപിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണം എന്താണ്? അതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ഇത് ദുരന്തർ സിനിമയുമായി ബന്ധപ്പെട്ട് നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ നിരവധി വാർത്തകൾ, നിരവധി അനാലിസിസുകൾ, റീലുകളൊക്കെ ഇങ്ങനെ നിറയുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിന് വെളിയിൽ. കേരളത്തിൽ പോലും ഈ സിനിമ വളരെ നന്നായി സ്വീകരിക്കപ്പെട്ടു എന്നാണ് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഞാൻ തന്നെ തലസ്ഥാനത്ത് രാത്രി 10:30 മണി കഴിഞ്ഞിട്ടുള്ള ഒരു ഷോയ്ക്ക് പോയിട്ട് പോലും തിയേറ്റർ ഏതാണ്ട് ഫുള്ളായിരുന്നു. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ആ സിനിമ ജനങ്ങളെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. 3.5 മണിക്കൂർ നീണ്ട സിനിമയാണ്. എന്നിട്ട് പോലും ആരും എഴുന്നേറ്റ് പോകുന്നില്ല. എല്ലാവർക്കും ആ സിനിമ ഇഷ്ടപ്പെടുന്നുണ്ട്. എല്ലാ ദിവസവും നല്ല തിരക്കോടു കൂടി തന്നെയാണ് ഷോകൾ നടക്കുന്നത്. പക്ഷേ ഈ സിനിമ മോദി സർക്കാരിന് വേണ്ടി ഉണ്ടാക്കിയതാണ് എന്ന് ഇപ്പോൾ ആരോപണം വന്നത് ഈ സിനിമ ഇറങ്ങിയ ശേഷമാണ്. യഥാർത്ഥത്തിൽ ഈ സിനിമ എങ്ങനെയാണ് മോദി സർക്കാരുമായി ബന്ധപ്പെട്ടതെന്ന് ചോദിച്ചാൽ അതിന് സിനിമയുടെ പ്രൊമോഷനോ സിനിമ പറയുന്ന കാര്യങ്ങളോ ആയിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഈ സിനിമ കാണിക്കുന്ന ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം ഭാരതത്തിൻ്റെ ചരിത്രമാണ്. ആ ചരിത്രം 2014 മോദി സർക്കാർ വന്നതോടുകൂടി ഭാരതത്തിലുണ്ടായ ഒരു വലിയ മാറ്റത്തിൻ്റെ ചരിത്രമാണ്. ആ മാറ്റം വളരെ കൃത്യമായി കാണിക്കുന്ന ഒരു സിനിമയാണ് ദുരന്തർ എന്ന് പറയുന്ന സിനിമ. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ഇടത്, ലിബറൽ, അതേപോലെ ജിഹാദി അച്ചുതണ്ടിന് ഇത് നന്നായിട്ട് പൊള്ളിയിട്ടുള്ളത്. ഈ ഇടത് ജിഹാദി അച്ചുതണ്ടിന് മാത്രമല്ല കേട്ടോ, ദില്ലിയിലെ മുൻ ഇപ്പോഴത്തെ JNU എന്ന് പറയാൻ പറ്റില്ല, പഴയ JNU ബുദ്ധിജീവികൾക്കും ഇത് നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട്. കാരണം അവർക്കൊരു വലിയ അക്കിടി സംഭവിച്ചിട്ടുണ്ട്. അതുകൂടെ പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് വരാം. ഒരു വലിയ അക്കിടി സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സിനിമ, അത് ഉറി ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ 26/11 ഇസ്ലാമിക ഭീകരാക്രമണത്തെ ആസ്പദമാക്കിയിട്ടുള്ള സിനിമകളായിക്കോട്ടെ, അല്ലെങ്കിൽ കേരള സ്റ്റോറി ആയിക്കോട്ടെ, കശ്മീർ ഫയൽസ് ആയിക്കോട്ടെ, ബംഗാൾ ഫയൽസ് ആയിക്കോട്ടെ, ഈ സിനിമയുടെയൊക്കെ അനൗൺസ്മെൻറ്റ് വരുമ്പോൾ തന്നെ ഇവരെല്ലാം കൂടെ ചാടി ഇറങ്ങി ഇത് പ്രൊപ്പഗൻഡ ഫിലിമാണ്, ഇത് ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം തട്ടിക്കൂട്ടുന്ന ഒരു സിനിമയാണെന്നൊക്കെ പറഞ്ഞ് ഈ സിനിമയുടെ നിറം കെടുത്താൻ, സിനിമയെ പരാജയപ്പെടുത്താൻ ഒരു വലിയ ശാക്തിക ചേരി മറുവശത്ത് എപ്പോഴും ഉണ്ടാവും. പക്ഷേ ദുരന്തറിൻ്റെ കാര്യത്തിൽ അത് സംഭവിച്ചില്ല. അതിന് കാരണം ഇതൊരു മെഗാ ബ്ലോക്ക് ബസ്റ്റർ സിനിമയാണ്. 450 കോടി രൂപ മുടക്കി എടുക്കുന്ന സിനിമയാണ്. ഇതിൽ രൺവീർ സിംഗ്, അക്ഷയ് ഖന്ന, അതേപോലെ അർജുൻ രാംപാൽ, സഞ്ജയ് ദത്ത്, ഇതുപോലെയുള്ള വലിയ താരനിരയുള്ള സിനിമയാണ്. അപ്പോൾ ഈ സിനിമ ഇറങ്ങുമ്പോൾ ഇത് ഏതോ ഒരു തട്ടുപൊളിപ്പൻ ഹിന്ദി സിനിമ, മാഫിയയുടെ കഥ പറയുന്ന സിനിമ എന്നുള്ളതിനപ്പുറം ഇവരാരും ഈ സിനിമയെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഈ സിനിമ വന്നു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ശരിയാണ്, ഇത് പാകിസ്ഥാനിനുള്ളിലെ മാഫിയ ഗ്യാങ്ങുകളുടെ കഥ പറയുന്ന സിനിമയാണ്. പാകിസ്ഥാനിനുള്ളിൽ, അതേപോലെ കറാച്ചിയിലെ ലൈരി ഏരിയയിലെ ഗ്യാങ്ങുകളുടെ കഥ പറയുന്ന, അധോലോകത്തിൻ്റെ കഥ പറയുന്ന സിനിമയാണ്. പക്ഷേ ആ സിനിമ കൃത്യമായി ലക്ഷ്യം വെച്ചത് പാകിസ്ഥാനെ തന്നെയാണ്. പാകിസ്ഥാനിലെ ISIയും ഭീകര സംഘടനകളും ഈ മാഫിയ സംഘങ്ങളുമായിട്ടുള്ള ബന്ധം, ഈ 3 കൂട്ടർക്കും ഒരുമിച്ച് വരുമ്പോൾ അവർക്കുണ്ടാകുന്ന ഭാരതത്തോടുള്ള വലിയ വിരോധം, ഭാരതത്തോട്, ഹിന്ദു സമൂഹത്തോടുള്ള വലിയ വൈരാഗ്യം, ഇതൊക്കെ ഈ സിനിമയിൽ തുറന്നു കാണിക്കുന്നുണ്ട്. 26/11 എന്ന് നമ്മൾ വിളിക്കുന്ന മുംബൈ ഭീകരാക്രമണത്തിൻ്റെ പിന്നാമ്പുറ കഥകൾ, അതുകൂടാതെ ഭാരതത്തിലേക്ക് കള്ളനോട്ടുകൾ അച്ചടിച്ച് ഇറക്കി ഭാരതത്തിൻ്റെ സമ്പത്ത് വ്യവസ്ഥ തന്നെ തകർക്കാൻ വേണ്ടി പാകിസ്ഥാൻ ISI ഈ അധോലോകവും നടത്തിയ ശ്രമങ്ങൾ, ഇതെല്ലാം പച്ചയ്ക്ക് വിളിച്ചു പറയുന്ന ഒരു സിനിമയായിട്ട് ഇത് മാറി. വെറും ഒരു ബ്ലോക്ക് ബസ്റ്റർ തട്ടുപൊളിപ്പൻ സിനിമ എന്നിവരെല്ലാം കരുതിയ സിനിമ യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ്റെ യഥാർത്ഥ മുഖം കാണിക്കുന്ന സിനിമയായി മാറി എന്ന് ചുരുക്കം. അതുവരെ അങ്ങനെ ആയിരുന്നില്ല ബോളിവുഡിൻ്റെ സ്ഥിതി. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ബോളിവുഡ് ചെയ്തതെന്നും കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. അതുവരെ ബോളിവുഡ് എന്താണ് കാണിച്ചുകൊണ്ടിരുന്നത്? അതിപ്പോൾ സൽമാൻ ഖാൻ ആയാലും ഏത് ഖാൻമാർ ആയാലും, ഇനിയും ഖാൻമാർ മാത്രമല്ല സഞ്ജയ് ദത്ത് ഉൾപ്പെടെയുള്ളവർ ആയാലും, അവരൊക്കെ അഭിനയിക്കുന്ന സിനിമകളിൽ പാകിസ്ഥാൻ ഒരു വലിയ നല്ല രാജ്യമായിട്ടാണ് അവർ കാണിക്കുക. ഈവൻ പാകിസ്ഥാനിനുള്ളിൽ നിന്ന് ഭാരതത്തിലേക്ക് ആക്രമണം ഉണ്ടാകുന്നത് ഒക്കെ ആസ്പദമാക്കിയിട്ടുള്ള സിനിമകളുണ്ട്. അതേപോലെ സൽമാൻ ഖാൻ്റെ ബജ്രംഗി ഭായിജാൻ, ആ സിനിമ, ഇതുപോലുള്ള സിനിമകളിലൊക്കെ കാണിക്കാൻ അവർ ശ്രമിക്കുന്നത്
പാകിസ്ഥാൻ ഇങ്ങോട്ടൊക്കെ ആക്രമിക്കുന്നുണ്ട്, നിങ്ങളതൊന്നും കാണരുത്. പാകിസ്ഥാനിനുള്ളിൽ നല്ല മനുഷ്യരാണ്. ഈവൻ ISI പോലും ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. ഇതൊക്കെ പറഞ്ഞ് നമ്മളെ ബോധ്യപ്പെടുത്താനാണ് ഈ സിനിമകളെല്ലാം ശ്രമിച്ചിരുന്നത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ കൃത്യമായ ഒരു അജണ്ടയുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ അതുവരെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ബോളിവുഡ്, അതായത് ഒരു പ്രോ പാകിസ്ഥാൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിൽ വലിയ മാനുഷിക മൂല്യങ്ങളാണ് ഉയർത്തിപ്പിടിക്കുന്നതെന്നൊക്കെ പറയുന്ന ബോളിവുഡിൽ നിന്ന് ഇങ്ങനെയൊരു സിനിമ, പാകിസ്ഥാൻ്റെ യഥാർത്ഥ മുഖം പച്ചയ്ക്ക് തുറന്നു കാണിക്കുന്നത്. ഇതിനു മുമ്പ് ഉറി പോലെ ഒരു സിനിമയിലും ഇത് തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഇത്രയും വലിയ ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുള്ള ഒരു മൂവിയിൽ ഇത് വളരെ കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കാണിക്കുന്നത്. ഇവരെങ്ങനെയാണ് ഭാരതത്തിനെതിരെ, ഹിന്ദുക്കളെന്ന് പറയുന്നത് വെറും ഭീരുക്കളായ ഒരു വർഗമാണ്, ഇവരെ 1000 മുറിവുകളിലൂടെ ഇവരെ സ്ഥിരമായി ചോരയൊലിപ്പിച്ചുകൊണ്ട് ഇവരുടെ രാജ്യത്തെ ഇല്ലാതാക്കണം. ഇതൊക്കെയാണ് ആ സിനിമയിൽ പാകിസ്ഥാൻ്റെ ആവശ്യങ്ങളായി, നിർദ്ദേശങ്ങളായി, ചിന്തകളായി പുറത്തു വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ ലെഫ്റ്റ് ലിബറൽ ജിഹാദി വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വൈകിയാണെങ്കിലും ഈ സിനിമയ്ക്കെതിരായിട്ട് പലരും ഇപ്പോൾ സംസാരിക്കുന്നത്, എങ്ങനെയെങ്കിലും ഈ സിനിമ നിരോധിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്, ഇതിനെതിരെ കോടതിയിൽ പോകാൻ വേണ്ടി ചിലരൊക്കെ ശ്രമിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എന്തായാലും അത് നടക്കുന്നു, അത് ഒരു വശത്ത് നടക്കട്ടെ. പക്ഷേ നമ്മുടെ വിഷയം മറ്റൊന്നാണ്. എന്താണ് ഈ സിനിമയും മോദി സർക്കാരുമായിട്ടുള്ള ബന്ധം? അത് കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഈ കാണുന്ന ചിത്രങ്ങളൊന്ന് കാണുക. ഈ ചിത്രങ്ങളിൽ പറയുന്നത് അക്ഷയ് ഖന്നയുടെ ഒരു ഡാൻസിനെ കുറിച്ചാണ്. അക്ഷയ് ഖന്ന ഈ ദുരന്തർ സിനിമയിൽ റഹ്മാൻ ദക്കയത്ത് എന്ന് പറയുന്ന ഒരു അധോലോക നായകൻ്റെ വേഷമാണ് അദ്ദേഹം ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഡാൻസ് ചെയ്യുന്നത് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് കിട്ടുന്ന അവസരത്തിലെല്ലാം ഈ ആൾ ഡാൻസ് ചെയ്യുന്നുണ്ട്. യഥാർത്ഥ റഹ്മാൻ ദക്കായത്തും ഇങ്ങനെ ഡാൻസ് ചെയ്യുമായിരുന്നു. പക്ഷേ അക്ഷയ് ഖന്നയുടെ ഈ ചുവടുകൾ ഇപ്പോൾ ഭയങ്കരമായിട്ട് ആരാധകർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന് കാരണമായി അവർ പറയുന്നത് അക്ഷയ് ഖന്നയുടെ അച്ഛനായ പിതാവായ വിനോദ് ഖന്നയുടെ 1989 ഒരു ഡാൻസിൻ്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. രണ്ടിൻ്റെയും സ്റ്റെപ്പ് ഏതാണ്ട് ഒരുപോലെയാണ്. ഈ ചിത്രം തന്നെയാണ് നമ്മളുടെ യഥാർത്ഥ പ്രശ്നം. 1989 ഒരു പാകിസ്ഥാനിലെ ലാഹോറിൽ നടന്ന ഒരു പരിപാടി, ഒരു ചാരിറ്റി പരിപാടിയിൽ നിന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അത് ചാരിറ്റിയാണോ എന്തായിരുന്നു എന്ന് നമുക്കറിയില്ല. വിനോദ് ഖന്ന എന്ന് പറയുന്ന ഇന്ത്യയുടെ സൂപ്പർ സ്റ്റാർ ഡാൻസ് ചെയ്യുന്ന ചിത്രങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് വീഡിയോ ആയിട്ട് കാണിക്കാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല, കാരണം കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട്. പക്ഷേ ചിത്രങ്ങൾ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ വിനോദ് ഖന്ന ഡാൻസ് കളിക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ചുവട് വെക്കുന്നത് ആരാണെന്ന് നോക്കുക. അത് ഒന്ന് രേഖയാണ്. രേഖയും സൂപ്പർ സ്റ്റാറാണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഹിന്ദി സിനിമാ നടി രേഖയാണ്. ഇനി അവരോടൊപ്പം ഉള്ളത് ആരാണെന്ന് നോക്കുക. അത് ജാവേദ് മിയാൻദാദാണ്. ജാവേദ് മിയാൻദാദിനെ നമുക്കെല്ലാവർക്കും അറിയാം, പാകിസ്ഥാൻ ക്രിക്കറ്റിലെ ഇതിഹാസമാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ കടുത്ത ഇന്ത്യ വിരുദ്ധതയുള്ള ആളാണ് ജാവേദ് മിയാൻദാദ്. എന്ന് മാത്രമല്ല, ജാവേദ് മിയാൻദാദും ദാവൂദ് ഇബ്രാഹിമും തമ്മിലും ഒരു ബന്ധമുണ്ട് കല്യാണത്തിലൂടെ. ദാവൂദിൻ്റെ മകളെ കല്യാണം കഴിച്ചിരിക്കുന്നത് ജാവേദ് മിയാൻദാദിൻ്റെ മകനാണ്. ഇതിൻ്റെ കല്യാണവും കല്യാണ പാർട്ടികളും ദുബായിൽ നടന്ന റിസപ്ഷനും ഒക്കെ വലിയ തോതിൽ ചർച്ചയായതാണ്, അന്ന് വാർത്തകളായതാണ്. അപ്പോൾ ഈ ജാവേദ് മിയാൻദാദിനോടൊപ്പമാണ് വിനോദ് ഖന്ന ഈ ആ ഒരു പരിപാടിയിൽ നൃത്തം വെക്കുന്നത്. ഒപ്പത്തിന് രേഖയുമുണ്ട്. ഈ ചിത്രം കാണിച്ചു തരുന്ന ഒരു കൃത്യമായ സൂചന അക്കാലത്തെ ബോളിവുഡിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ്. അക്കാലത്തെ യഥാർത്ഥത്തിൽ ബോളിവുഡ് ഭരിച്ചിരുന്നതും തീരുമാനങ്ങൾ എടുത്തിരുന്നതും അധോലോകമായിരുന്നു. അത് ദാവൂദ് ഇബ്രാഹിമിൻ്റെ കാലത്ത് മാത്രമല്ല, ഹാജി മസ്താൻ്റെ കാലം മുതൽ തന്നെ അങ്ങനെയായിരുന്നു. മുംബൈ അധോലോകമാണ്. മുംബൈയിൽ ഏത് സിനിമയാണ് എടുക്കേണ്ടത്, ആ സിനിമയ്ക്ക് ആരാണ് ഫിനാൻസ് ചെയ്യേണ്ടത്, ആ സിനിമയിൽ അഭിനയിക്കേണ്ടത് ആരൊക്കെയാണ്, ഒരു പരിധിവരെ കഥ എങ്ങനെ പോകണമെന്ന് പോലും അധോലോകത്തിൻ്റെ തീരുമാനങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ പോയ ഒരു കാലമുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, ഈ സിനിമകളിൽ അഭിനയിക്കുന്ന ഈ നായകന്മാർ അല്ലെങ്കിൽ ഈ ചലച്ചിത്ര താരങ്ങൾ, അതിൽ വിനോദ് ഖന്ന തൊട്ട് പഴയ ആൾക്കാരെല്ലാവരും ഉണ്ട്. പിന്നീട് വന്ന തലമുറയിലെ ഖാൻമാരുണ്ട്, സഞ്ജയ് ദത്തിനെ പോലുള്ള ആൾക്കാരുണ്ട്. ഇവരെല്ലാം ഈ അധോലോകം വിളിക്കുന്ന എല്ലാ പരിപാടികൾക്കും ദുബായിലും മറ്റ് സ്ഥലങ്ങളിലും പോയി നൃത്തം ചെയ്യുകയും ജനങ്ങളെ സൂചിപ്പിക്കുകയും ഈ പറയുന്ന അധോലോക നായകന്മാരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ചുവട് വെക്കുകയും ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ ഫിനാൻസ് പാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പല സിനിമകളും കൃത്യമായിട്ട് ഫണ്ട് ചെയ്തിരുന്നത് ദാവൂദ് ഇബ്രാഹിം ആയിരുന്നു.
ദാവൂദ് ഇബ്രാഹിം ഒരു കാലത്ത് ചെയ്തിരുന്നെങ്കിൽ 1993 മുംബൈ ആക്രമണത്തിന് ശേഷം, മുംബൈയിലെ സ്ഫോടന പരമ്പരയ്ക്ക് ശേഷമാണ് ദാവൂദ് ഇബ്രാഹിം ഈ ഭാരതത്തിൻ്റെ ഒരു ശത്രു എന്ന നിലയിൽ എല്ലാവരും അംഗീകരിച്ചത്. അതുവരെ ദാവൂദിനെ എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു. ഭാരതത്തിനുള്ളിലെ തന്നെ മിക്കവാറും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ദാവൂദിന് നല്ല ബന്ധങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടോ എന്ന് നമുക്കറിയില്ല, പക്ഷെ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ദാവൂദ് ഇബ്രാഹിം അതിനുശേഷം 93 സ്ഫോടന പരമ്പരയ്ക്ക് ശേഷം ഇയാൾ അബു സലീം എന്ന് പറയുന്ന മറ്റൊരു ഗാങ്സ്റ്റർ വഴി ദാവൂദിൻ്റെ കമ്പനിയിൽ തന്നെ ഉണ്ടായിരുന്ന കമ്പനിയിൽ ഉണ്ടായിരുന്ന മറ്റൊരാൾ വഴി, അയാളിപ്പോൾ ജയിലിലാണ്, അയാൾ വഴി ഫിനാൻസ് ചെയ്തിരുന്നതായിട്ട്, സിനിമകൾക്ക് ഫിനാൻസ് ചെയ്തിരുന്നതായിട്ട് വിവരമുണ്ട്. എന്ന് മാത്രമല്ല, ഈ സിനിമകളിൽ അഭിനയിക്കാൻ വരുന്ന പല നടിമാർക്കും ഇവരുടെ ഇടപെടൽ കാരണം വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ചില നടിമാരൊക്കെ നിവർത്തികേട് കൊണ്ടായിരിക്കും ഇവരുടെയൊക്കെ കാമുകിമാരായിട്ട് മാറിയിട്ടുണ്ട്. അതിൽ മന്ദാകിനി എന്ന് പറയുന്ന ഒരു നടിയുണ്ട്. രാം തെരി ഗംഗാമലി എന്ന് പറയുന്ന സിനിമയിലൊക്കെ അഭിനയിച്ച ആളാണ് മന്ദാകിനി കൂടാതെ മമത കുൽക്കർണി എന്ന് പറഞ്ഞ നടിയുണ്ട്. ഇവർക്കൊക്കെ ഈ പറയുന്ന അധോലോക നായകന്മാരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അത് പ്രേമ ബന്ധമാണ് എന്ന് പറയുന്നു. ചിലരൊക്കെ ഇവരുടെ ഈ ഇടപെടൽ സഹിക്കാൻ വയ്യാതെ കരിയറിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ കരിയറേ വേണ്ട എന്ന് വെച്ച് ഓടിപ്പോയ നടിമാരും നിരവധിയുണ്ട് ബോളിവുഡിൽ. അതിൻ്റെ കഥകളൊക്കെ ബോളിവുഡിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളുമാണ്. അപ്പോൾ ഒരു സിനിമ ഇൻഡസ്ട്രിയെ പൂർണ്ണമായി മുഷ്ടിയിൽ ഒതുക്കി വെച്ചിരിക്കുകയായിരുന്നു ഈ മുംബൈയിലെ അധോലോകം. മുംബൈയിലെ അധോലോകം എന്ന് പറയുന്നത് അത് പിന്നീട് ദുബായിലേക്ക് മാറിയെങ്കിലും മുംബൈയുടെ മുകളിൽ അവർക്കുള്ള പിടി ഒരിക്കലും അയഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നിരവധി രാഷ്ട്രീയ നേതാക്കന്മാർ, ഞാൻ എടുത്തു പറയുന്നു, എല്ലാ പാർട്ടികളിലെയും രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഈ പറയുന്ന അധോലോകവുമായി ബന്ധമുണ്ടായിരുന്നു. അവർ പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനും അവർക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. നായകന്മാർക്കും നായികമാർക്കും ഇവർ പറയുന്നിടത്തെല്ലാം ചെന്ന് ഡാൻസ് ചെയ്യാനും യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. ആ ഒരു കാലഘട്ടമാണ് 2014 കൂടി അടിമുടി മാറിയത്. അതാണ് യഥാർത്ഥത്തിൽ മോദി സർക്കാർ വന്നതോടുകൂടി ഉണ്ടായ മാറ്റം. യഥാർത്ഥത്തിൽ ഇപ്പോൾ നിങ്ങൾ മുംബൈ ബോളിവുഡിൽ ചെന്ന് നിങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇത്തരം അധോലോകത്തിൻ്റെ ബന്ധങ്ങളോ അല്ലെങ്കിൽ അധോലോകത്തിൻ്റെ ഒരു നിയന്ത്രണത്തിൻ്റെതായ എന്തെങ്കിലും തെളിവുകളോ കിട്ടാൻ നിങ്ങൾ നന്നായി ബുദ്ധിമുട്ടും. അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. അവിടെയും ഇവിടെയും ചെറിയ തോതിൽ ഇവരുടെ ഇടപെടലൊക്കെ ഉണ്ടാകും. പക്ഷേ പൂർണ്ണമായിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് ബോളിവുഡ് ഏതാണ്ട് സ്വതന്ത്രമായി എന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കും. 1997 ഗുൽഷൻ കുമാർ എന്ന് പറയുന്ന നമ്മുടെ കാസറ്റ് രാജാവ്, അദ്ദേഹം ഭക്തിഗാനങ്ങളിലൂടെയൊക്കെ വലിയ തോതിൽ അദ്ദേഹം പ്രശസ്തി കിട്ടിയ ആളാണ്. അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു ഈ അധോലോകം, അവർ പറയുന്നതനുസരിച്ച് നിൽക്കാത്തത് കൊണ്ടാണ്. രാകേഷ് റോഷൻ എന്ന് പറഞ്ഞ മറ്റൊരു ഫിലിം പേഴ്സണാലിറ്റിക്ക് അദ്ദേഹത്തിൻ്റെ നേരെ വധശ്രമം വരെ ഉണ്ടായി. അപ്പോൾ ഇവർ പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ നീക്കുക, അല്ലെങ്കിൽ ജീവന് ഭീഷണി ഉണ്ടാകുക, ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നിരുന്ന ആ അധോലോകം അല്ലെങ്കിൽ ആ മുംബൈ ബോളിവുഡിലെ അധോലോകം ഇപ്പോൾ പൂർണ്ണമായിട്ട് ഏതാണ്ട് വൃത്തിയായിരിക്കുന്നു. ഈ അധോലോക ശക്തികളിൽ നിന്ന് ബോളിവുഡ് പൂർണ്ണമായിട്ട് മുക്തമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ദുരന്തർ പോലെ ഒരു സിനിമ ഇപ്പോൾ ബോളിവുഡിന് എടുക്കാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ 2014 ശേഷം ബോളിവുഡിൽ മാത്രമല്ല നമ്മുടെ സാമ്പത്തിക രംഗത്തും നമ്മളുടെ മിക്കവാറും എല്ലാ രംഗങ്ങളിലും ഉണ്ടായ ഈ ഒരു വലിയ മാറ്റം, ഒരു അടിച്ചുവാരൽ നടന്നിട്ടുണ്ട്. എല്ലാ പൊടികളും എല്ലാ തരത്തിലുള്ള അഴുക്കുകളും മാറ്റാനുള്ള ഒരു വലിയ ശ്രമം നടന്നിട്ടുണ്ട്. ആ ശ്രമം ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ബോളിവുഡിലെ കലാകാരന്മാരെയാണ്. ഇപ്പോൾ സഞ്ജയ് ദത്ത് ഉൾപ്പെടെയുള്ളവർ അബു സലീമുമായിട്ട് നടത്തിയ സംഭാഷണങ്ങളുടെയൊക്കെ ടേപ്പുകൾ ഇപ്പോഴും യൂട്യൂബിലുണ്ട്. ഇപ്പോൾ അവരെല്ലാം സ്വതന്ത്രമായിട്ട് വിഹരിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള സിനിമകളിൽ അഭിനയിക്കാൻ അവർക്ക് മാനസികമായി ശക്തി വരുന്നുണ്ടെങ്കിൽ അതിന് കാരണം മോദി സർക്കാരിൻ്റെ കൃത്യമായ ഇടപെടലാണ്. സാമ്പത്തിക രംഗം ക്രമീകരിച്ചു. വലിയ തോതിൽ ഇത്തരം മാഫിയ സംഘങ്ങളുടെ പണമിടപാടുകളുടെ മുകളിൽ വലിയ തോതിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായി. അത്തരം കള്ളപ്പണത്തിൻ്റെ കുത്തൊഴുക്ക് പൂർണ്ണമായിട്ട് അവസാനിപ്പിച്ചു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ യഥാർത്ഥ ഇൻവെസ്റ്റേഴ്സിന് അവരുടെ മിതമായ ബജറ്റിനുള്ളിൽ സിനിമ എടുക്കാവുന്ന ഒരു സ്ഥിതി കൈവരികയും ചെയ്തു. അതോടുകൂടിയാണ് ബോളിവുഡിൽ ഈ വലിയ മാറ്റമുണ്ടായത്. അതുതന്നെയാണ് പാകിസ്ഥാൻ്റെയും ISIയുടെയും അധോലോകങ്ങളുടെയും ഇന്ത്യാവിരുദ്ധ നിലപാടുകളും ഇന്ത്യക്കുള്ളിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് എന്ന് കൃത്യമായി കാണിച്ചു തരുന്ന ഒരു സിനിമ, ദുരന്തർ എന്ന് പറയുന്ന സിനിമ ബോളിവുഡിന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചത്. വർഷങ്ങൾ മുമ്പ് ഇങ്ങനെ ഒരു സിനിമയെക്കുറിച്ച് മിണ്ടാൻ പോലും സാധിക്കുമായിരുന്ന ഒരു സ്ഥലമായിരുന്നില്ല ബോളിവുഡ്. പക്ഷേ ഈ സിനിമയുടെ ഈ ഒരു ആസ്പെക്റ്റ് അധികമാരും ചർച്ച ചെയ്ത് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് പ്രേക്ഷകരുടെ മുമ്പിൽ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ പെടുത്തിയത്. നമസ്കാരം.